മഹാദേവന് പ്രിയപ്പെട്ട അഭിഷേകദ്രവ്യങ്ങളും ഫലസിദ്ധിയും. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് അഭിഷേകം. എത്രയേറെ അഭിഷേകം നൽകുന്നുവോ അത്രയേറെ സംപ്രീതനാകുന്ന ദൈവമാണ് മഹാദേവൻ. രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അഭിഷേകത്തിന്റെ ഫലസിദ്ധി. പാല് കൂടാതെ ജലം, കരിക്ക്, എണ്ണ എന്നിവ കൊണ്ടും അഭിഷേകം ചെയ്യാറുണ്ട്. ജലം കൊണ്ടുള്ള അഭിഷേകത്തിന് ജലധാരയെന്നും പാലുകൊണ്ടുള്ള അഭിഷേകത്തിന് ക്ഷീരധാരയെന്നും പറയുന്നു. പാലഭിഷേകം നൽകുന്നത് വഴി നമ്മളിലെ കോപം മാറി ശാന്തത കൈവരുമെന്നും പനിനീരഭിഷേകം ചെയ്താൽ കീർത്തിയും സൽപ്പേരും ലഭിക്കുമെന്നും സന്താനങ്ങളെ ലഭിക്കുവാൻ ഇളനീർ അഭിഷേകം ചെയ്താൽ മതിയാകും. ഗൃഹപ്പിഴകൾ മൂലമുണ്ടാകുന്ന രോഗദുരിതങ്ങൾക്കും മാനസിക ക്ലേശങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് പരമശിവന് അഭിഷേകം ചെയ്യുക എന്നത്. വ്യത്യസ്ത അഭിഷേക ദ്രവ്യങ്ങളും ഫലസിദ്ധിയും നോക്കാം. പഞ്ചഗവ്യ അഭിഷേകം പാപമുക്തിക്കും ആത്മശുദ്ധിക്കും. പഞ്ചാമൃത അഭിഷേകം ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി. തൈര് അഭിഷേകം പ്രയാസങ്ങൾ അകന്ന് മനസ്സ് കുളിർപ്പിക്കുന്നതിനാണ്. തേൻ അഭിഷേകം കാര്യവിജയവും ആഗ്രഹ സഫലീകരണത്തിനും. കരിമ്പിൻ നീര് അഭിഷേകം രോഗമുക്തിക്കും ശത്രുനാശത്തിനും ശോഭന ഭാവിക്കും. ചന്ദനം അഭിഷേകം ലക്ഷ്മി കടാക്ഷത്തിനും ഐശ്വര്യത്തിനും. ജലം കൊണ്ടുള്ള അഭിഷേകം ഐശ്വര്യത്തിനും മനഃശാന്തിക്കും. നെയ്യ് അഭിഷേകം ആത്മവിശ്വാസത്തിനും ജ്ഞാനത്തിനും. എണ്ണ അഭിഷേകം പാപമോചനം, ദുരിതങ്ങളിൽ നിന്ന് മോചനം എന്നിവയ്ക്കായി. ഭസ്മാഭിഷേകം ജ്ഞാനത്തിനായി. ചെറുനാരങ്ങ നീരുകൊണ്ടുള്ള അഭിഷേകം അഭിഷ്ടകാര്യസിദ്ധി, രോഗമുക്തി.